അപ്പോൾ ടിക്ടോക്കിലെ ഇന്നത്തെ കണ്ടസ്റ്റൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ഛനും 2 മക്കളൊക്കെ വന്നിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് നേരിട്ടിങ്ങ് വരുമെന്നോ അല്ലേ? ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ശ്രീപുരം. മോൻ്റെ പേര്? ഹമാസ്. അമ്മ ഹമാസ്. ഹമാസ്. ഓക്കെ. ഷംസുദ്ദീൻ. കിൻസിയുടെ ശബ്ദമൊക്കെ കേട്ടുമ്പോൾ നല്ല പാട്ടൊക്കെ പാടുന്ന പോലെയുണ്ട്. പാട്ട് പാടുമോ കിൻസി? ഒരു പാട്ട് പാടും. കിൻസി ഒരു പാട്ട് പഠിക്കാം. ആ ടി വിയിലൊക്കെ കാണുക കേട്ടോ. പാട്ട് പഠിക്കാം കിൻസി. പാടിക്കോ? ഇല്ല അല്ലേ, പാട്ട് പാടാറില്ല. എന്ത് ചെയ്യുന്നു? ഞാൻ ഖത്തറിലാണ്. ഏത് ഖത്തറിൽ? പിന്നെ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ അവിടെ സിവിൽ എഞ്ചിനീയർ. പിന്നെ എങ്ങനെയുണ്ട് ഖത്തറും നാടും? എപ്പോഴാണ് വന്നത്? ഞാൻ വന്നിട്ട് 2 ആഴ്ച. ഓണൊക്കെ ഇവിടെ? ഓണം കഴിഞ്ഞ ശേഷം. എങ്ങനെയുണ്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ? നല്ലതാണ്. കാരണം ഖത്തറിലൊക്കെ ഒരുപാട് സൂപ്പർ മാർക്കറ്റിൻ്റെ പറുദീസകളാണല്ലോ. ഇവിടെ നോക്കുമ്പോൾ ഗ്രീൻസ് ആണ് ബെറ്റർ അല്ലേ? അവിടുത്തെ തമ്മിൽ ഡിഫറൻസ് ഒക്കെ പറയുകയാണെങ്കിൽ എല്ലാ ഐറ്റം ഇവിടെ കിട്ടുന്നുണ്ട്. അവിടുത്തെ ഐറ്റം ഇവിടെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ഇതുവരെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്ത് മീൻസ് അന്വേഷിച്ച് കിട്ടാതെ വന്നിട്ടില്ല? ഇല്ല. സ്ഥിരമായിട്ട് വിടുന്നു. മോൻ്റെ വിശേഷങ്ങൾ പറയട്ടെ. എത്ര ക്ലാസ് പഠിക്കുന്നത്? 9th. പിന്നെ ശ്രീപുരം. എന്തൊക്കെയാണ് പഠിപ്പൊക്കെ? എങ്ങനെയുണ്ട്? നല്ലതാണ്. എന്താണ് സ്പെഷ്യൽ ഹോബീസൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഫുട്ബോളറാണോ? വെറും പഠിപ്പ് മാത്രമേ ഉള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഫുട്ബോൾ ഇഷ്ടമാണ്. ഉപ്പ പറഞ്ഞല്ലോ ഫുട്ബോൾ ഇഷ്ടമാണ്. കളിക്കൂ. ടീമിലുണ്ടോ? സ്കൂൾ ടീമിലില്ല. ഇല്ല. ഓക്കെ. സ്കൂളിൽ അങ്ങനെ ടീംസൊക്കെ ഉണ്ടോ? ടീം സീനിയേഴ്സിനുണ്ട്. സീനിയേഴ്സ് മീൻസ് 10th? +1 നിങ്ങൾ ഈ ഹൈസ്കൂൾ സെഗ്മെൻറ്റിലില്ല. ഓക്കെ. എന്താണ് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വന്നിട്ട് നേരെ സ്കൂൾ വന്നു. ഇപ്പോൾ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നല്ലേ? എന്താ പർച്ചേസ് ചെയ്തെങ്കിലും സ്കൂൾ ബേസ്ഡ് ആണോ അല്ലെങ്കിൽ ഫുഡാ? അനിയത്തിക്ക് വന്നേ. ബാവക്ക് എന്താ വാങ്ങിച്ചേ? പ്രിങ്കിൾസ് വാങ്ങിച്ചതാ? അടിപൊളി. ഒരു പാട്ട് പാടോ? ഒരു പാട്ട് ഇല്ല? ഓക്കെ. പിന്നെ സ്കൂളിൽ ഇഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആരാ? ധ്രുവ. ഓക്കെ. ടീച്ചറുടെ പേരെന്താ? ഇഷ്ടപ്പെട്ട മിസ്സിൻ്റെ പേരെന്താ? സിന്ധു മാം അല്ലേ? അടിപൊളിയേ. സിന്ധു മാം ആണ് ഇഷ്ടപ്പെട്ട മിസ്സ്. അതുപോലെ ഫ്രണ്ടിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ സെഗ്മെൻറ്റിലേക്കും ആദ്യം ഒരു ഫോട്ടോ കാണിച്ചു തരാം. ആ ഫോട്ടോയിൽ ആരാണെന്ന് പറയണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ആദ്യം ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് കാണിക്കട്ടെ. ഓക്കെ. യെസ്. ആരാണ്? അടിപൊളി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡോക്ടർ അംബേദ്കർ ആണ്. ആദ്യത്തെ സെഗ്മെൻറ്റ് പാസ്സായിരിക്കുന്നു. ഒന്ന് കൈയടിച്ചോ? ഉപ്പ എല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കൈയടിച്ചേ. ഓക്കെ. ഇത്തിരി നാണം കൂടുതലാണല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്നത് സിനിമയും അതുപോലെ മ്യൂസിക്കും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കൊരുപാട് വ്യക്തിത്വങ്ങളുടെ ലൈഫ് സ്റ്റോറി സിനിമയായിട്ട് വന്നിട്ടുണ്ട് പലവരുടെയും. മലയാള സിനിമയിൽ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നായകനായിട്ടുള്ള ലൈഫ് സ്റ്റോറി ബേസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യൻ നമ്മുടെ ഫുട്ബോളിലൊരു ത്രസിക്കുന്ന ഒരു പ്ലെയറായിരുന്നു സത്യൻ അല്ലേ? നമ്മുടെ പാനൂർ, കണ്ണൂർ ജില്ലക്കാരൻ പാനൂർ മൊകേരി. അപ്പോൾ അവരുടെ ലൈഫ് ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ആ സിനിമയുടെ പേരെന്താണ്? KPC ലളിതയായിട്ടുള്ള പടമായിരുന്നു. KPC ലളിത ജയസൂര്യ. സത്യൻ്റെ ലൈഫ്. ക്യാപ്റ്റൻ. അടിപൊളി. കറക്റ്റ് ആൻസർ. ക്യാപ്റ്റൻ ആണ് കേട്ടോ. ക്യാപ്റ്റനാണ്. അടിപൊളി. 2 സെഗ്മെൻറ്റും കൃത്യമായിട്ട് ആൻസർ ചെയ്തു. അപ്പോൾ ഗ്രീൻസ് നൽകുന്ന നല്ല സമ്മാനമുണ്ട്. യെസ്, ഒന്ന് അടുത്തൊന്ന് എല്ലാവരും കാണട്ടെ. ബാബ ഒന്ന് ആദ്യത്തെ സമ്മാനം വാങ്ങിക്കൂ. ഓക്കെ. നെക്സ്റ്റ് ഗ്രീൻസ് നൽകുന്ന മറ്റ് ഒരു സമ്മാനം. യെസ്, വാങ്ങിച്ചോളൂ. ഹാപ്പി അല്ലേ? അതുകൊണ്ട് ഒരു പാട്ട് പാടിക്കൂടെ? പാടില്ല. പാട്ടൊന്നും പാടാറില്ല. ഓക്കെ. അപ്പോൾ
നമുക്ക് പിന്നീട് അവസരം കാണാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ടിക്ടോക്കിലെ മറ്റൊരു 2 മത്സരാർത്ഥി നമ്മൾ ചേച്ചിമാർ റെഡി ആയിട്ടുണ്ട്. ഓടിപ്പോയിട്ട് പിടിച്ചു വന്നതാണ്. അപ്പോൾ നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്ന് പരിചയപ്പെട്ടു, പേര് പറയും. ഉഷ. എവിടെയാണ് സ്വദേശം? ചെറുവത്തൂര്. രമ, ചെറുവത്തൂര്. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ നടക്കുന്നു. എന്താ ജോലി ചെയ്തിരുന്നത്? ടീച്ചറായിരുന്നു. ഏത് സ്കൂളായിരുന്നു? സ്കൂളിൽ കൂടെയല്ല, ഞാൻ പുറത്തായിരുന്നു, ഔറംഗാബാദ്. ഞാനൊരു RD ഏജൻറ്റാണ് പോസ്റ്റ് ഓഫീസിൽ. പിന്നെ ഇന്നത്തെ ഡെപ്പോസിറ്റ് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ RD അല്ലേ? ഓക്കെ. അപ്പോൾ RD എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? കുഴപ്പമില്ല. ഇല്ല. നമ്മുടെ എല്ലാ വീട്ടിലൊക്കെ പോയിട്ട് എല്ലാ ദിവസവും വേണ്ട, മാസത്തിൽ അല്ല ഒരു പ്രാവശ്യം നമ്മുടെ എല്ലാ ആൾക്കാരും കാണുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ RD അല്ലേ? എല്ലാവരെയും ഓൾമോസ്റ്റ് നല്ല പരിചയം ഉണ്ടാവും അല്ലേ? നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. എത്ര വർഷമായി തുടങ്ങി? വർഷം എന്ന് പറഞ്ഞാൽ കുറേ ചെറിയ പ്രായത്തിലേ എടുത്തു. ഇത് നിങ്ങളായിട്ട് സെലക്ട് ചെയ്താണോ അല്ലെങ്കിൽ അച്ഛൻ ഇന്റർവ്യൂ ചെയ്തിട്ട് നമ്മൾ എടുത്തത് തന്നെയായിരുന്നു മുമ്പേ എടുത്തത്. അല്ല, എൻ്റെ അറിവിലൊക്കെ ആൾക്കാരുണ്ട്, അവരുടെ ആദ്യം അച്ഛനായിരുന്നു കൈകാര്യം ചെയ്തത്. പിന്നെ ഇല്ല, ഞാൻ ഫസ്റ്റിൽ ഞാൻ തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് തന്നെ എടുത്തത് തന്നെയായിരുന്നു. ഞാൻ വരുന്നത് കണ്ണൂർ ടിക്ടോക്കിൽ നിന്നാണ്. അപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിച്ചാൽ ആയിക്കോട്ടെ. ഫോട്ടോയിൽ ആരാണെന്ന് പറയണം. ഓക്കെ, ഇതാണ് ഫോട്ടോ. പഴയ ആളാണ്. യെസ്, അംബേദ്കറാണ്. കറക്റ്റ്. അല്ല, മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. 3 ക്വസ്റ്റ്യനിൽ മാത്രമേ സമ്മാനം കിട്ടുള്ളൂ. ആദ്യത്തെ സെഗ്മെൻറ്റ് കറക്റ്റ് ആക്കി കേട്ടോ. ഓക്കെ, ആദ്യത്തെ സെഗ്മെൻറ്റ് കറക്റ്റ് പറഞ്ഞു. രണ്ടാമത്തെ സെഗ്മെൻറ്റ് സിനിമയും അതുപോലെ നമ്മുടെ മ്യൂസിക്കും റിലേറ്റഡ് ആണ്. ഓക്കെ, അറിയില്ല എന്നാലും പറയാം. നമുക്ക് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഓരോരോ വ്യക്തിത്വങ്ങളുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ജീവിതകഥ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു സിനിമയായിരുന്നു നമ്മളെ ഇന്ത്യയിലെ പ്രശസ്തനായ ഫുട്ബോളറായിരുന്ന സത്യൻ, VP സത്യൻ. നമ്മളെ കണ്ണൂരുകാരനാണ്, പാനൂർ മൊകേരിയാണ് സ്വദേശം. അവരുടെ ലൈഫ്, അവരെ ഒരു ട്രെയിൻ ഇതായിട്ട് സൂയിസൈഡ് ചെയ്തത് മനസ്സിലായില്ലേ? ആ ഒരു ട്രാജഡിയെ ബേസ് ചെയ്തിട്ട് സിനിമ വന്നിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ പേരെന്താണ്? നമ്മളധികം സിനിമ കാണലില്ല. കാണാറില്ല? ഇല്ല. ഓ, ആലോചിച്ചിട്ട് കാര്യമില്ല. എന്താ എന്ത് സിനിമ കാണാറുണ്ടോ? ഒരു സിനിമയും കാണില്ല. മലയാളം സിനിമ ഇല്ല. സിനിമ കാണാറുണ്ടോ? ഇല്ല, ഒരു സിനിമയിലെ വീട്ടിലെ TV മാത്രം കാണും. എവിടെയാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തത്? ഞാൻ ഔറംഗാബാദിലായിരുന്നു. അവിടെ ഇപ്പം ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് താമസം. അവിടെ ഫാമിലി ഒക്കെ എവിടെയാണ്? അല്ല, എൻ്റെ മോനുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന. അവൻ്റെ കൂടെ മോൻ എഞ്ചിനീയറാണ്, IT കമ്പനി. എന്താ ടീച്ചേഴ്സായിട്ട് ഹൈദരാബാദിലേക്ക് ബോൺ ആൻഡ് ബോട്ട് ഇൻ ഹൈദരാബാദ്? അവിടെ ഔറംഗാബാദിലെ ജാലന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വർക്ക് ചെയ്തു. പിന്നെ അത് റിസൈൻ ചെയ്തു. പിന്നെ ഹസ്ബൻഡ് റിട്ടയർഡായി അങ്ങനെ ഹൈദരാബാദിൽ വന്നു. പിന്നെ ഇപ്പോൾ 5 വർഷമായിട്ട് ഹൈദരാബാദ് ഫിലിം സിറ്റിയിലൊക്കെ പോയിട്ടുണ്ടോ? ഓക്കെ, ഒരുപാട് കണ്ടു മടുത്തു. ഇതെന്താ ഫിലിം ഇഷ്ടപ്പെടാതെന്താ? അത്ര ഇവിടുത്താണല്ലോ ഇത് ക്വസ്റ്റ്യൻ. കേരള ബേസ്ഡ്, ഇന്ത്യൻ ബേസ്ഡ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഒരു ആൻസർ ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം ആൻസർ ചെയ്തു. ഇനി നമുക്ക് ജനറൽ നോളജിലേക്ക് പോകാം. ഓക്കെ, ഒരു പ്രശ്നമില്ല. ജനറൽ നോളജിൽ എന്ത് വയസ്സന്മാർ വന്നിന്? ഓർമ്മയില്ല, പിന്നെ ഇപ്പോഴാണ് ഓർമ്മ. ഓക്കെ, ഓക്കെ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് നദികളുണ്ട് അല്ലേ? നദികൾ, റിവേഴ്സ്. കേരളത്തിൽ എത്ര റിവേഴ്സാണുള്ളത്? ഒന്നും ഓർമ്മയില്ല. റിവേഴ്സ് എത്ര? അയ്യോ, കേരളത്തിലില്ലാത്ത ഞാനെങ്ങനെ ആൻസർ പറയും? അല്ല, എന്നാലും ജനറൽ നോളജ് അറിഞ്ഞിട്ടില്ല. നമ്മൾ കേരളത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ? പറഞ്ഞത് അറിയില്ല. 14 അല്ലല്ലോ. കേരളത്തിൽ എത്ര നദികളുണ്ട്? നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ UP അല്ലെങ്കിൽ LP തലങ്ങളുടെ പക്ഷെ ഇപ്പം ഏജ് കുറെ കൂടി, അപ്പം എല്ലാം മറന്നുപോയി. എൻ്റെ ഒരു മോനും മോളും. മോൻ B.Tech കഴിഞ്ഞാണ്, മകള് MBA കഴിഞ്ഞതാണ്.
കല്യാണം രണ്ടാളും കല്യാണം കഴിഞ്ഞു. എവിടെയാണ്? നാട്ടിൽ തന്നെയുണ്ടോ? ഇല്ല, മോൻ ബാംഗ്ലൂര്, മകള് മോള് കോഴിക്കോട്. കോഴിക്കോട്. നിങ്ങളുടെ മകൻ ഹൈദരാബാദ് അല്ലേ? ഫാമിലി അവിടെ തന്നെയാണോ? ഇതിലാരാണ് ചേച്ചി? നിങ്ങളാണ്? ഓക്കെ. അവളെ തോന്നുന്നു അല്ല, അതെ തോന്നണം അങ്ങനെ. അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഒരു സാമ്യം കണ്ടുകൊണ്ട് ചോദിച്ചാൽ മാത്രമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം. ഈ ഗ്രീൻസ് തന്നെയാണോ പർച്ചേസ് ചെയ്യാറ്? ഇല്ല, നമ്മള് പിന്നെ വെറുതെ ഇങ്ങോട്ട് വന്നതായിരുന്നു. ചേച്ചിക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ കയറിയതായിരുന്നു. അപ്പോൾ പിന്നെ ട്രെയിനിന് പോകേണ്ടത് കൊണ്ട് ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതെല്ലാം ഒന്ന് നോക്കാൻ വെച്ചിട്ട് വന്നു. കണ്ടു. പിന്നെ ഇനിയിപ്പോഴാണ് ഹൈദരാബാദിലേക്ക് യാത്ര? സൺഡേ സൺഡേ. ഓണത്തിന് വന്നേ? അല്ല, വേറെ ചില ആവശ്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട്. മോൻ അവിടെ തന്നെയുള്ളത്? മോൻ അവിടെ, ഹസ്ബൻഡ് അവിടെ, ബോംബെ. ബോംബെ. ഹസ്ബൻഡ് എന്ത് ചെയ്തു? റിട്ടയർഡ് ഈ ബാങ്ക് മാനേജറായിട്ട്. ഏത് ബാങ്കിലായിരുന്നു? കോപ്പറേറ്റീവ്. ഓക്കെ. അപ്പോൾ അടിപൊളി, നല്ല രസമായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇനിയും നമുക്ക് സമ്മാനം തരണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ആൻസർ ചെയ്യണം അതിൻ്റേത്. ഓക്കെ, അപ്പോൾ കാണാം. ശരി. അപ്പോൾ ഇന്നത്തെ മറ്റൊരു കണ്ടസ്റ്റൻ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചോ, ഒരു ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ചോദിക്കാം. പേര് പറയും. ബാബു. എവിടെയാണ് ചെയ്യുന്നത്? കണ്ടത്തിഞ്ചാൽ താമസിക്കുന്നത്. എന്ത് ചെയ്യുന്നു ബാബു? ഞാനിപ്പോൾ നാട്ടിൽ ചെറിയ ഈ സെക്യൂരിറ്റി വർക്ക് ഇടക്ക് ചെയ്യും. പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു. ഗൾഫിൽ എവിടെയായിരുന്നു? ഗൾഫിൽ ദുബായിൽ. ദുബായിൽ എന്താ ചെയ്തത്? ദുബായിൽ ഗോൾഡ് സ്മിത്ത് ആയിരുന്നു. നാട്ടിൽ അത്തരം വർക്കുകൾ ഇല്ല, അത് ഇപ്പോൾ ഇനി ഈ ഏജിൽ ശരിയാവില്ല, അതുകൊണ്ട് അത് ഡിസൈനിങ്ങിൻ്റെ പ്രശ്നമാണോ? ഡിസൈനിങ്ങിൻ്റെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏരിയ ആണല്ലേ? വളരെ കണ്ണിനൊക്കെ ഭയങ്കര അല്ലേ? അതന്നെ. അതുകൊണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ കണ്ണിനെ ബേസ് ചെയ്തിട്ടാണല്ലോ കൂടുതൽ അല്ലേ? അതെ. ഡിസൈനിങ്ങിലായിരിക്കും. വീട്ടിലായിരിക്കും? വീട്ടിൽ ഇപ്പം ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. മക്കളുണ്ട്, മക്കൾ എല്ലാം പുറത്താണ്. എവിടെയാണ്? മോള് മൈസൂരാണ്, മകൻ ദുബായിലാണ്. എന്ത് ചെയ്യുന്നു മകൻ? മകൻ ഇവിടെ ഈ ഓഡിയോ വിഷ്വൽസ് ഇത് ചെയ്യുന്നു. ഓക്കെ. കമ്പ്യൂട്ടർ. മകള് ഇവിടെ മൈസൂർ റിസർച്ച് ചെയ്യുന്നു. ഏത് സബ്ജക്റ്റിലാണ്? ബയോടെക്നോളജി. MSc കഴിഞ്ഞിട്ട് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞാണോ അല്ല രണ്ടുപേരും? കഴിഞ്ഞില്ല. വൈഫ് ഹൗസ് വൈഫ്. ഓക്കെ. ഞാൻ വരുന്നത് ടിക്ടോക്ക് പ്രോഗ്രാമാണ്. ഞാൻ ആദ്യം ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോയിൽ ആരെന്ന് പറയണം. രണ്ടാമത് ഒരു സിനിമയും മ്യൂസിക്കും റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. മൂന്നാമത് ജനറൽ നോളജ്. ആദ്യത്തെ രണ്ടിലും നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ സമ്മാനം പെട്ടെന്ന് കിട്ടും. അത് രണ്ടിലും ആൻസർ ചെയ്യില്ല, ഔട്ടാവും. ഓക്കെ. ഇതാണ് എൻ്റെ ഫോട്ടോ. ഇയാളാരാന്ന് പറയണല്ലോ. ഇതാരാണെന്ന് പറയുന്നത് അത്ര ഒരു പരിചയമില്ല. അത് വളരെ നമ്മുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യ എന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വളരെ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. അംബേദ്കർ. യെസ്, അംബേദ്കർ. കറക്റ്റ് ആൻസർ. അടിപൊളി. അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ സെഗ്മെൻറ്റ് ഇപ്പോൾ രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞത് സിനിമയും അതുപോലെ തന്നെ മ്യൂസിക്കാണ്. നമുക്ക് ഒരുപാട് സിനിമകൾ നമ്മുടെ പിന്നെ പലരുടെ വ്യക്തിത്വങ്ങളുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സിനിമയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ സത്യൻ്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ പേര്? സത്യൻ്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് സിനിമ ഉണ്ടായിരുന്നു. പഴയ പടം? നോ, പഴയ സത്യനല്ല. നമ്മുടെ ഫുട്ബോളിലെ പടം പഴയ പഴയത്. അത് എത്ര പരിചയം? ഓക്കെ. വളരെ വ്യക്തമായിട്ട് പിന്നെ എന്താണ് ആൻസർ ചെയ്തു. പക്ഷേ അത് മാത്രമല്ല, ഒന്നുകൂടി ഉണ്ട്. നിങ്ങൾ ആദ്യത്തെ ആൻസർ ചെയ്തില്ലേ? അപ്പോൾ അവസാനത്തെ സെഗ്മെൻറ്റിലേക്ക് പോകണം. അവസാനത്തെ സെഗ്മെൻറ്റിൽ ജനറൽ നോളജാണ്. കേരളത്തിൽ എത്ര നദികളുണ്ട്? എത്ര നദികൾ? നദികളാൽ ചുറ്റപ്പെട്ട ഒരു 6 നദികൾ. അല്ല, ആൻസർ തെറ്റാണ്. അപ്പോൾ നിങ്ങൾ തിരക്കുണ്ടല്ലോ. ആൻസർ തെറ്റാണ്, കറക്റ്റ് ആൻസർ അല്ല. ആൻസർ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയും. എനിവേ പങ്കെടുത്തിൽ വളരെ സന്തോഷം. ഓക്കെ. ചേട്ടന് ഭയങ്കര തിരക്കുണ്ട്. ഒരു സന്തോഷം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടിക്ടോക്കിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. എല്ലാവരും നന്നായിട്ട് തിരക്കിലൂടെ ഇടയിലും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് വൈൻഡപ്പ് ചെയ്തപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇറ്റ്സ് ടൈം ടു വൈൻഡപ്പ് ഹിയർ. ഇറ്റ്സ് മീ അനിലേഷ് ആർഷ.